വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ട്യൂണിക്സ് കുർത്തി ടോപ്സൊക്കെയാണ് കാണിച്ചു തരുന്നത്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ട് സൈഡിൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഏറ്റവും ഫസ്റ്റ് വരുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോപ്പാണ്. ഫ്ലോറൽ പ്രിൻ്റ് വരുന്ന ടോപ്പാണ്. സ്ലീവ്ലെസ് ആട്ടോ, എക്സ്ട്രാ സ്ലീവ്സ് അറ്റാച്ച് ചെയ്തിട്ടില്ല. മൊത്തം ഈ ഒരു പ്രിൻ്റാണ്. ആൻഡ് ഇവിടെയാണെങ്കിൽ പ്ലീറ്റ്സ് വരുന്നുണ്ട്, ഇങ്ങനെ കുറച്ച് കയറിയിട്ടാണ്. ബാക്കിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് പ്ലീറ്റ്സ്. വീനെക്കാണ്. പിന്നെ ഇതിനാണെങ്കിൽ ലൈനിങ് ഇല്ല കേട്ടോ. ആൻഡ് നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് കോട്ടൺ എന്നാണ്. പക്ഷെ ഇതാണെങ്കിൽ കോട്ടൺ അല്ല, ഒരു മിക്സ് ആയിട്ടുള്ള ഫാബ്രിക് ആട്ടോ. കുറച്ച് ഇങ്ങനെ ഒഴുകിക്കിടക്കുന്ന ടൈപ്പ് ഫാബ്രിക് ആണ്. ഇതൊന്നേ ഒരു വിസ്കസ് റയോൺ ഇല്ല, അതായിട്ട് ക്ലോസ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ്. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്ത് മീഡിയം സൈസിലാണ്, എനിക്ക് കറക്റ്റാണ്. അപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്ത് 394 റുപ്പീസിനാണ്. നല്ല കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. ഒരു പെപ്ലം ടോപ്പാണ്. ഇത്രയുണ്ട് കേട്ടോ ലെങ്ത്ത്. ഞാൻ കാണിക്കുന്ന എല്ലാ ടോപ്സും സൈഡിൽ സ്റ്റൈൽ ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ നല്ല കംഫർട്ടബിളാണ് വെയർ ചെയ്യാൻ. പിന്നെ ഈ ഒരു പ്രിൻ്റ് വരുന്ന വേറെ ടോപ്പ് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. നെക്സ്റ്റ് വരുന്നത് നേരത്തെ കാണിച്ച കുർത്തയുടെ സെയിം മെറ്റീരിയൽ ആൻഡ് സെയിം പ്രിൻ്റ് വരുന്ന ഈ ഒരു കുർത്തയാണ്. ആകെയുള്ള ഡിഫറൻസ് ഇതിന് ലോങ് സ്ലീവ്സ് ആണ്. ബാക്കി എല്ലാം സെയിം ആട്ടോ. വീനെക്കാണ്. പ്ലീറ്റ്സ് ഇവിടെ കയറിയിട്ടാണ്. ബാക്കിൽ സ്ട്രെയിറ്റ് ആയിട്ടാണ്. അപ്പോൾ ഇതും ഇവിടെ കൊടുത്തിരിക്കുന്ന കോട്ടൺ മെറ്റീരിയലാണ്. പക്ഷേ ഇത് പ്യുവർ കോട്ടൺ അല്ല കേട്ടോ, ബ്ലെൻഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ആൻഡ് നല്ല കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. പിന്നെ ഇതിനാണെങ്കിൽ ലൈനിങ് വരുന്നില്ല. പിന്നെ നേരത്തെ സെയിം പ്രിൻ്റ് ആട്ടോ. സൈഡിൽ ഞാൻ സ്റ്റൈൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. ആൻഡ് ഇത് ഞാൻ മേടിച്ചത് മീഡിയം സൈസിലാണ്, എനിക്ക് കറക്റ്റാണ്. ആൻഡ് പെപ്ലം ടോപ്പാണിത്. ഞാനത് പർച്ചേസ് ചെയ്ത് 490 റുപ്പീസിനാണ്. നെക്സ്റ്റ് വരുന്ന ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്യൂണിക്കാണ്. സ്ലീവ് ഇത്രയും വരുന്നുണ്ട്. ആൻഡ് ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റ്സ് ഉണ്ട് കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ടാണ് പ്ലീറ്റ്സ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിൻ്റ് ആണ്. ആൻഡ് ഇതാണെങ്കിൽ കോട്ടൺ മെറ്റീരിയലാണ്. സൂപ്പർ കംഫർട്ടബിൾ ആട്ടോ. പിന്നെ ഇതിനാണെങ്കിൽ ലൈനിങ് വരുന്നില്ല. അപ്പോൾ ഇതാണെങ്കിൽ വൈറ്റ് കളറാണ്. ഇതിൻ്റെ ഉള്ളിൽ ന്യൂഡ് ഇന്നർവെയർ ഇടണം കേട്ടോ. ആൻഡ് ഞാനത് മേടിച്ച മീഡിയം സൈസിലാണ്, എനിക്ക് കറക്റ്റാണ്. ഞാൻ അതിൻ്റെ പ്രിൻ്റ് ക്ലോസപ്പിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്തത് ജസ്റ്റ് 228 റുപ്പീസിനാണ്. നെക്സ്റ്റ് വരുന്ന ഈ ഒരു ടോപ്പാണ്. ഇത് നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ടാവും കേട്ടോ. ലോങ് സ്ലീവ്സ് ആണ്. സ്ലീവിൻ്റെ അറ്റത്താണെങ്കിൽ എലാസ്റ്റിക് ഉണ്ട്. സ്ലീവിൻ്റെ അറ്റത്തേക്ക് സ്ലീവിൻ്റെ ഈ ഒരു വിഡ്ത്ത് കൂടുന്നുണ്ട് കേട്ടോ. ആൻഡ് മാൻഡ്രിൻ കോളറാണ്. ഇത്രയുണ്ട് കേട്ടോ ലെങ്ത്ത്. പിന്നെ ബാക്കിൽ ഇവിടെ ഒരു പടിയുണ്ട്, യോക്ക് പോർഷനിലുണ്ട്. ആൻഡ് ഈ രണ്ട് സൈഡിലും ഉണ്ട്. പിന്നെ പിക്ചറിൽ കാണിക്കുന്നതിനേക്കാളും ഈ ഒരു ബ്ലൂ കളറ് കുറച്ചുകൂടി എടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മീഡിയം സൈസാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്തത് 293 റുപ്പീസിനാട്ടോ. അപ്പോൾ പിക്ചറിൽ കാണിക്കുന്നതിനേക്കാളും ബ്ലൂ കളർ എടുത്ത് നിൽക്കുന്നുണ്ട്. ഇതിൽ ഫ്ലോറൽ ഡിസൈൻ ആട്ടോ. അപ്പോൾ ഈ ഒരു വൈറ്റ് കളറ് പിക്ചറിൽ കുറച്ചുകൂടി വലുപ്പമുണ്ട്, അതാണ് ബ്ലൂ കളർ അങ്ങനെ എടുത്ത് കാണിക്കാത്തത്. പിക്ചറിൽ കാണുമ്പോൾ കുറച്ചുകൂടി വൈറ്റ് ആട്ടോ എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതിലാണെങ്കിൽ വൈറ്റ് ഫ്ലോറൽ പ്രിൻ്റ് കുറച്ചുകൂടി ചെറുതാട്ടോ. പിന്നെ ഫ്രണ്ടിലാണെങ്കിൽ ഇത്രയും പോർഷനിൽ പ്ലീറ്റ്സ് വരുന്നുണ്ട്, ഇവിടെ ഒന്നുമില്ല. പിന്നെ ബാക്കിലും പ്ലീറ്റ്സ് ഇല്ല കേട്ടോ. താഴെ ചെറുതായിട്ടൊന്ന് കേർവ്ഡ് ആയിട്ടാട്ടോ. അപ്പോൾ നല്ല കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. പിന്നെ മെറ്റീരിയൽ വരുന്നത് റയോൺ ആണ്. വരുന്ന ഈ ഒരു കുർത്തിയാണ്. ഫ്ലോറൽ പ്രിൻ്റ് ആണ്. 3/4 സ്ലീവ് ആണ്. സ്ലീവിൻ്റെ അറ്റത്ത് എലാസ്റ്റിക് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ ചെറുതായിട്ട് ചുരുക്കുണ്ട് കേട്ടോ. ആൻഡ് ഫ്രണ്ടിൽ ഇങ്ങനെ കയറിയിട്ടാണ് പ്ലീറ്റ്സ്. ബാക്കിൽ സ്ട്രെയിറ്റ് ആയിട്ടാണ്. ഇത്രയുണ്ട് കേട്ടോ ലെങ്ത്ത്. ഇതിനാണെങ്കിൽ ലൈനിങ് ഇല്ല. ഞാൻ കാണിക്കുന്ന ഒരു പ്രൊഡക്ട്സിനും ലൈനിങ് ഇല്ല കേട്ടോ. ആൻഡ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ബ്ലെൻഡാണ്. കുറച്ചിങ്ങനെ ഒഴുകിക്കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ കേട്ടോ. കണ്ടോ. ആൻഡ് ഞാൻ മേടിച്ചത് മീഡിയം സൈസാണ്, എനിക്ക് കറക്റ്റാണ്. അപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്ത് 253 റുപ്പീസിനാണ്. നെക്സ്റ്റ് വരുന്ന ഈ ഒരു ഷോർട്ട് കുർത്തിയാണ്. സ്ലീവ്ലെസ് ആണ്. സ്ലീവ്സ് ഈ ഒരു സ്ട്രാപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ.
ആൻഡ് എക്സ്ട്രാ സ്ലീവ്സ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പിന്നെ കോട്ടൺ മെറ്റീരിയലാണ്, സൂപ്പർ കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. ബ്ലോക്ക് പ്രിൻ്റ് ആണ്. ആൻഡ് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റ്സ് വരുന്നത്. പിന്നെ ഇവിടെ ആണെങ്കിൽ ബട്ടൺസ് വരുന്നുണ്ട്. ഈ ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺസ് ആട്ടോ. നല്ല കംഫർട്ടബിൾ ആട്ടോ അത് വെയർ ചെയ്യാൻ. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്ത മീഡിയം സൈസിലാണ്, എനിക്ക് കറക്റ്റാണ്. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്ത് 284 റുപ്പീസിനാണ്. നെക്സ്റ്റ് വരുന്ന ഈ ഒരു കുർത്തിയാണ്. ഇതിനാണെങ്കിൽ ഇത്രയും ലെങ്ത്ത് വരുന്നുണ്ട്. 3/4 സ്ലീവാണ്. പിന്നെ ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ മിറർ വർക്ക് വരുന്നുണ്ട്. ഇതാണെങ്കിൽ ഒരു ഫോയിൽ മിറർ വർക്ക് ഇല്ലേ, അതാണ്. ആൻഡ് ഇവിടെ എംബ്രോയ്ഡറി ഉണ്ട് അതിൻ്റെ ചുറ്റും. പ്ലീറ്റ്സ് ഇങ്ങനെ കയറിയിട്ടാണ്, ബാക്കിൽ സ്ട്രെയിറ്റ് ആയിട്ടാട്ടോ പ്ലീറ്റ്സ്. ഫ്ലോറൽ പ്രിൻ്റ് ആണ്. ആൻഡ് സ്ലീവിൻ്റെ അറ്റത്തും ഒരു വർക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിനാണെങ്കിൽ ലൈനിങ് വരുന്നില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് കോട്ടൺ ആണ്, പക്ഷേ പ്യുവർ കോട്ടൺ അല്ല, ബ്ലെൻഡ് ആട്ടോ, ഒരു മിക്സ് മെറ്റീരിയലാണ്. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്ത് മീഡിയം സൈസിലാണ്, എനിക്ക് കറക്റ്റാണ്. പിന്നെ ഞാനത് പർച്ചേസ് ചെയ്ത് 342 റുപ്പീസിനാണ്. പിന്നെ ഇതിൻ്റെ വേറെ പല ഡിസൈൻസും അവൈലബിൾ ആട്ടോ. നെക്സ്റ്റ് വരുന്ന ഈ ഒരു കുർത്തിയാണ്. വീനെക്കാണ്. നെക്കിൻ്റെ ഇവിടെ മിറർ വർക്ക് ഉണ്ട്, അതിലിങ്ങനെ എംബ്രോയ്ഡറി ഉണ്ട്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാവേ. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്ത് എലാസ്റ്റിക് വരുന്നുണ്ട്. ആൻഡ് ഫ്രണ്ടിലാണെങ്കിൽ പ്ലീറ്റ്സ് കയറിയിട്ടാണ്, ബാക്കിൽ സ്ട്രെയിറ്റ് ആയിട്ടാട്ടോ. ഇത്രയുണ്ട് ലെങ്ത്ത്. നല്ല കംഫർട്ടബിളാണ് വെയർ ചെയ്യാൻ. പിന്നെ അതിൻ്റെ പ്രിൻ്റ് ആണെങ്കിൽ ഒരു ഫ്ലോറൽ പ്രിൻ്റാണ്. ആൻഡ് പിക്ചർ വെച്ച് കമ്പയർ ചെയ്യുമ്പം പിക്ചറിൽ ഇതിൻ്റെ കളറ് ബ്ലൂ കളറാണ്, പക്ഷേ ഇതാണെങ്കിൽ ഒരു ഗ്രീൻ കളറാട്ടോ. അത് ശ്രദ്ധിക്കണം, പിക്ചർ വെച്ച് കമ്പയർ ചെയ്യുമ്പം കളർ ഡിഫറൻസ് ഉണ്ട്. ആൻഡ് ഇതിൻ്റെ വേറെ കളേഴ്സ് അവൈലബിൾ ആട്ടോ. പിന്നെ ഞാനത് പർച്ചേസ് ചെയ്ത മീഡിയം സൈസിലാണ്, എനിക്ക് കറക്റ്റാണ്. ആൻഡ് ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിൽ കോട്ടൺ മെറ്റീരിയലാണ്, കുറച്ചുകൂടി ഒരു സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയലാട്ടോ. നല്ല കംഫർട്ടബിളാണ് വെയർ ചെയ്യാൻ, ലൈനിങ് ഇൻക്ലൂഡഡ് അല്ല. ആൻഡ് ഞാൻ മേടിച്ച മീഡിയം സൈസാണ്, എനിക്ക് കറക്റ്റാണ്. അപ്പോൾ കളറിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. പിക്ചറിൽ ബ്ലൂ കളറായിരുന്നു കേട്ടോ, എനിക്ക് വന്നത് ഗ്രീൻ കളറാണ്. ഇത് മാറി അയച്ചതാണോ എന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ ഓൾറെഡി ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ, കളർ ഡിഫറൻസ് ഉണ്ടാവും. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്ത് 301 റുപ്പീസിനാണ്. സോ അതാണ് നമ്മുടെ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.